കെ.ആർ. ഗൗരിയമ്മയ്ക്ക് ഇന്ന് 93-ാം പിറന്നാളാണ്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് 77-ാം പിറന്നാളാണ്. 76-ാം പിറന്നാളാണ് ഇന്ന് എന്നുള്ളതും കൂടി ഒരു പ്രത്യേകതയാണ്. ചരിത്രം സൃഷ്ടിച്ച തുടർ ഭരണം നൽകിയ ആത്മവിശ്വാസത്തിലാണ് പിണറായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 75-ാം പിറന്നാൾ. ജീവിതാനുഭവങ്ങളുമായി 86-ാം വയസ്സിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് തിരിഞ്ഞു 86-ാം വയസ്സ് പൂർത്തിയായപ്പോൾ ജീവിതാനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞ മാധ്യമ പ്രവർത്തകന് മുന്നിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് ചിരിപ്പിച്ച സംഭവം ഏറെ രസകരമായിരുന്നു. എല്ലാ ജോലിക്കും ഒരു റിട്ടയർമെന്റ് ഉണ്ടാവില്ലേ? ഗവൺമെന്റ് ജോലിയാണെങ്കിൽ അതിനുണ്ട്, IT സെക്ടേഴ്സിലാണെങ്കിൽ അതിനുണ്ട്. പക്ഷെ രാഷ്ട്രീയം എന്ന് വരുമ്പോൾ അതിനൊരു റിട്ടയർമെന്റ് ഉണ്ടോ ആക്ച്വലി? അപ്പോൾ ഇന്ന് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ അഭിപ്രായമാണ് കളക്ട് ചെയ്യാൻ പോകുന്നത്. അവരുടെ ഒപ്പീനിയനാണ് ഇപ്പോൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ഈ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ ഒരു 70 വയസ്സിന് ശേഷമുള്ള ആൾക്കാർ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണോ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ ഒരു റിട്ടയർമെന്റ് വേണ്ടേ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് ആൾക്കാരിലേക്ക് ചോദിക്കാം. 70 എന്നുള്ളത് 60 മാറ്റണം. നമുക്ക് യുവത്ത് വേണം. കാലാകാലം ഞാൻ തന്നെ നേതാവായി നടക്കുന്ന കാര്യത്തിൽ ശരിയല്ല എന്നൊരു അഭിപ്രായമുണ്ട്. അല്ല, മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ ഒരു റിട്ടയറിന് 60 വയസ്സ് തന്നെ കൊടുക്കണം എന്ന് പറയണേ. രാഷ്ട്രീയ ഒരു ജോലിയാണ്. അപ്പോൾ ചേട്ടൻ തന്നെ പറയും, ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഒരു റിട്ടയർമെന്റ് ഏജ് വേണ്ടേ? നമ്മൾ എല്ലാ ജോലിക്കും ഒരു റിട്ടയർമെന്റ് ഏജ് ഉണ്ടല്ലോ. അപ്പോൾ രാഷ്ട്രീയത്തിൽ റിട്ടയർമെന്റ് ഏജ് വേണ്ടേ? ഒരു 70 വയസ്സിന് ശേഷമുള്ള ആൾക്കാർ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണ്ടേ? അതിന് ചേട്ടന്റെ അഭിപ്രായം എന്താ? രാഷ്ട്രീയ പാർട്ടിയിൽ അങ്ങനെ റിട്ടയർമെന്റ് ഇല്ല. അത് രാഷ്ട്രീയ പാർട്ടിക്കാർ കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ അറിവുകൾ, വ്യക്തിബന്ധങ്ങൾ, പിന്നെ സാമൂഹിക ബന്ധങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കാം. അവർക്ക് 72-78 വയസ്സുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. അവർ ആ രാഷ്ട്രീയ പാർട്ടി ആ ലെവലിൽ നിർത്തും. അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അവരെ ഒഴിവാക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി തയ്യാറാവില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് വലിയ വയസ്സായ ആളുകൾ, 98 വയസ്സ് 90 വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് ആ സ്ഥാനമാനങ്ങൾ ഒന്നും കൊടുത്തുകൊണ്ടിരിക്കും. അത് നഷ്ടപ്പെടില്ല. അപ്പോൾ അത് ഈ തൊഴിൽ ബന്ധമായുള്ള സംഗതികളും മറ്റുള്ളതെന്ന് പറഞ്ഞാൽ വേർതിരിവാണ്. തൊഴിലിപ്പോൾ ഞാൻ പണിയെടുത്ത ആളാണ്, ചുമട്ടുതൊഴിലാളി. ഇപ്പോൾ ചുമട്ടുതൊഴിലാളി ബോർഡ് വന്നതിന് 60 വയസ്സായവർ പോകണം. അതേ സ്ഥാനത്ത് ഈ ഡ്രൈവിംഗ് ലൈസൻസ്, ഡ്രൈവിങ്ങിൽ ഓട്ടോറിക്ഷ ഡ്രൈവില്ലേ, 65-70 വയസ്സായപ്പോൾ ഓട്ടോറിക്ഷ ഓടുന്നുണ്ട്, കാറ് ഓടുന്നുണ്ട്, സ്കൂൾ ബസ്സുകൾ ഓടുന്നുണ്ട്. ബസ്സിൽ പോകുന്നത് കുറവാണ്. ലൈൻ ബസ്സിലൊക്കെ പോകുന്ന ആളുകൾക്ക് പ്രായം കൂടിയ ആളുകൾ കുറവാണ്. അപ്പോൾ അവരൊക്കെ നമ്മൾ മാറ്റി നിർത്താൻ പറ്റില്ല. സമൂഹത്തിൽ അവർക്ക് ജീവിക്കണ്ടേ? അപ്പോൾ വയസ്സായി വീട്ടിലിരുന്നിരിക്കാമെങ്കിൽ വയസ്സിലൊക്കെ രോഗം വേറെ വരും. അപ്പോൾ ആരും വയസ്സായിട്ട് പൊതുവെ വയസ്സായിട്ട് കൈനോട്ടം വീട്ടിലിരിക്കരുത്. അവർ കുറച്ച് നടന്നു കളിക്കുക, വേറെ എന്തെങ്കിലും ഇതാക്കുക. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ആരോഗ്യത്തിൻ്റെ ദേശത്തിന് മാറ്റം ഉണ്ടാവും. എല്ലാ വീട്ടിലും ഞാനൊന്നും ചെയ്തെനിക്ക് വയ്യാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണായാലും ആണായാലും ഒക്കെ ശരീരം കേട് വരും. പിന്നെ അവർ കിടപ്പിലാവും. പിന്നെ അവരെ സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ടാവില്ല. അങ്ങനത്തെ കണ്ടമാനം ആളുകൾ ഈ ലോകത്തിലുണ്ട്, കേരളത്തിലുണ്ട്, പല സ്ഥലത്തുണ്ടാവും. എൻ്റെ തൊട്ടനുഭവം ഉണ്ടാവും. അപ്പം അത് വരാതിരിക്കാൻ ഇത്ര സംഗതികൾ നിർബന്ധമാണ്. ഒരിക്കൽ 60 വയസ്സിന് തന്നെ റിട്ടയർമെന്റ് കൊടുക്കണം. അത്രയ്ക്കും പൈസ പോലും ഉണ്ടാക്കുന്നുണ്ട്. മറ്റേ പല സംവിധാനങ്ങൾക്ക് പോലും പൈസ ഇല്ലാണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഒരു റിട്ടയറിന് 60 വയസ്സ് തന്നെ കൊടുക്കണം എന്ന് പറയണേ. നമുക്ക് ആ റിട്ടയർ ഏജ് എന്തായാലും വെക്കണം. ഈ രാഷ്ട്രീയ പാർട്ടി ആരായാലും ശരി, എങ്ങനെയൊക്കെ അവർ ഭരിക്കണം എന്നുള്ളത് അത് അവരുടേതായ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അത് എങ്ങനെ കളിക്കണം എന്നുള്ളത് അവരുടേതായ ഗെയിമായിരിക്കും. ഏത് പാർട്ടി ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടി അല്ല, കോൺഗ്രസ് ആരല്ല, BJP അല്ല, ഏതായിക്കോട്ടെ. പക്ഷേ അതിൽ എല്ലാവർക്കും റിട്ടയർമെൻറ്റ് 60 വയസ്സ് കഴിഞ്ഞാൽ ആരും വേണ്ട. നമുക്ക് യുവത്ത് വേണം. അവരാണ് യുവത്വം വന്നാലാണ് പുതിയ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അവരാകുമ്പോഴേ നമുക്കൊന്നും കൂടി ഇവിടെ ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനടക്കാകുമ്പോഴും ഇവിടെ വർക്ക് ചെയ്യുമ്പോഴും എനിക്കിപ്പോൾ 40 വയസ്സുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ശിവലിക്കൊക്കെ റിട്ടയർമെൻറ്റിൽ 60 വയസ്സിൽ കൂടുതൽ കൊടുക്കണ്ട. വേണ്ട, ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ വേണ്ട. ഇപ്പോൾ നമ്മളെ നരേന്ദ്രമോദി ഇപ്പോൾ കഴിഞ്ഞപ്പോൾ 82 വയസ്സിലാണ് മുപ്പത് നിൽക്കട്ടെ. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ നമുക്ക് യൂത്ത് വരണം. ഇതാണ് എൻ്റെ ഒരു കാര്യം.
പുതിയ ആളുകൾ, പുതിയ തലമുറ വരുമ്പോൾ പഴയ ആളുകൾ തിരികെ മാറിക്കൊടുക്കണം. പുതിയ അത്യാവശ്യം വിദ്യാഭ്യാസം നല്ല പുതിയ ആളുകൾ രാഷ്ട്രീയത്തിലേക്കും എല്ലാ മേഖലയിലേക്കും വരട്ടെ. അപ്പോൾ പഴയ ആളുകൾ അവരെന്നെ മാറിക്കൊടുക്കണം. ശരിക്കും അതൊരു സമ്മർദ്ദം ഇല്ലാണ്ട്, മറ്റുള്ളവർ സമ്മർദ്ദം ഇല്ലാണ്ട് അവരെന്നെ മാറിക്കൊടുക്കുക. പുതിയ ചെറുപ്പക്കാർ ബുദ്ധി പറ്റുക, നല്ല അറിവുള്ള പുതിയ എല്ലാ ടെക്നോളജി എല്ലാ മേഖലയിലും അറിവുള്ള കുട്ടികളല്ല യുവാക്കൾ വരട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എന്താ പറയണ്ടേ, ഓൾറെഡി ഈ പൊളിറ്റിക്സിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, നല്ല എന്താ പറയണ്ടേ ജ്ഞാനം ഉണ്ടാവും. ഒരുപാട് വർഷങ്ങളോളം ഇതിൽ നിന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് അറിവും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കൂട്ടർ പറയുന്നത് എന്താ പറയണ്ടേ, അങ്ങനെയുള്ള ആൾക്കാർ സ്റ്റിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്ന്. അതിലോണ്ടൊന്നും കാര്യമില്ലേ. എന്തെങ്കിലും കുറേ കാലം കഴിഞ്ഞാൽ കാലാകാലം അവർക്ക് നിൽക്കാൻ പറ്റുമല്ലോ. കുറച്ച് കാലം കഴിഞ്ഞാൽ അവർ മാറണ്ടേ. അപ്പോൾ പിന്നെ പുതിയ ആളുകൾ ആ മേഖലയിലേക്ക് വരിക. അപ്പോൾ പിന്നെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ മാറിക്കൊടുക്കണം. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്. അതാണ്. അല്ലാണ്ട് എന്തായാലും ഇപ്പോൾ ഒരു 100 വർഷം ഒന്നും അവർക്ക് നിൽക്കാൻ പറ്റുമല്ലോ. അത്യാവശ്യം ഇതുള്ള ആളുകളാണെങ്കിൽ കൂടിയിട്ട് ഒരുപാട് വർഷം അവർക്ക് നിൽക്കാൻ പറ്റില്ല. അവർക്കൊരു പരിമിതി ഉണ്ട്. അല്ല, മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരു പരിമിതി ഉണ്ട്. ഒരുപാട് കഴിഞ്ഞപ്പോൾ കാലം കഴിഞ്ഞാൽ ബുദ്ധി നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും അതേമാതിരി ആയിക്കൊള്ളുന്നില്ല, പ്രായം കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ ഒരു പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ സ്വയം മാറിക്കൊടുക്കുക. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ 70 വയസ്സ് കഴിഞ്ഞാൽ മാറി നിൽക്കണം, യുവാക്കൾക്ക് അവസരം കൊടുക്കുന്ന അഭിപ്രായക്കാരൻ ഞാൻ. കാലാകാലം ഞാൻ തന്നെ നേതാവായി നടക്കുന്ന കാര്യത്തിൽ ശരിയല്ല എന്നൊരു അഭിപ്രായമുണ്ട്. പെരുന്നിഷ്ടന്മാർ ക്വാളിറ്റിയുള്ള ചെറുപ്പക്കാരും സമൂഹത്തിലുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ഇപ്പോൾ 4ാം ക്ലാസ്സും സ്കൂൾ ഭാഗത്തുള്ള മന്ത്രിമാരടക്കുക. ആ കാലത്ത് ഒരു അനുകൂല മാറ്റം വേണം. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിൽ ഇലക്ട്രോണിക്സ് യുഗമാണ് ഇപ്പോൾ. അതനുസരിച്ച് യുവാക്കളെ ആ വീട്ടിലേക്ക് വന്നുകൊടുക്കുക, അവർക്കൊരു അവസരം കൊടുക്കുന്നൊരു അഭിപ്രായം. ഈ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും ജോലിയിൽ നിന്നാണ്. രാഷ്ട്രീയം ഒരു ജോലിയാണോ? അല്ല, സേവനം. അപ്പോൾ 70 വയസ്സായാലും 80 വയസ്സായാലും ആ ഒരു മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നല്ലത് ചെയ്യാനായിട്ട് 80 വയസ്സായ ഒരാൾക്കും സമൂഹത്തിന് നല്ലത് ചെയ്യാനായിട്ട് നിൽക്കാം. ഇപ്പോൾ റിട്ടയർമെൻറ്റ് പ്രായം രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നത് അതൊരു ഇതല്ല. ഒരു റിട്ടയർമെൻറ്റ് പ്രായം നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും PSC വഴി നമുക്ക് ജോലി കിട്ടുന്നൊരു ഏജുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനിച്ച് ഒരു പ്രായമാകുമ്പോഴത്തേക്കും വീട്ടിൽ കിട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് ഒരാളുടെ മനസ്സിൽ രാഷ്ട്രീയം ഉരുവാകുന്നത്. അയാൾ മരിക്കുന്നത് വരെയും അയാൾ ചിലപ്പോൾ രാഷ്ട്രീയത്തിലുണ്ടായിരിക്കും. സമൂഹത്തിന് നല്ലത് ചെയ്യാൻ താല്പര്യപ്പെട്ട ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർമെൻറ്റ്. പക്ഷെ പലരും പറയുന്നത് പുതിയ തലമുറകൾക്ക് അവസരം കൊടുക്കട്ടെ. ഈ രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ തലമുറകൾക്ക് അവസരമില്ലാത്തത്. മാഡവും ഇദ്ദേഹവും പുതിയ തലമുറയിലാണ്, നിങ്ങൾക്ക് അവസരം തരുന്നില്ലേ? ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നത് 90 വയസ്സ് പ്രായമുള്ള ഒരാളല്ല, നിങ്ങൾക്ക് അവസരം കിട്ടിയില്ലേ? അവസരങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അതിൻ്റെ കൃത്യമായ രീതിയിൽ കണ്ടെത്തണം. പ്രായമുള്ള ആൾക്കാരുടെ ആ പ്രായോഗിക ബുദ്ധി നല്ലത് ചെയ്യാനുള്ള ഒരു ഇതും അത് നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യല്ലോ. 90 വയസ്സ് കഴിഞ്ഞിട്ട് റീത്ത് വെക്കുന്നതോ അതിലല്ല ഇത്. അവരുടെ നല്ല കാര്യങ്ങൾ നമ്മൾ, കാരണം അനുഭവജ്ഞാനം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ നിങ്ങളത് കൊടുക്കുന്ന മാതിരി 60 വയസ്സ് വരെ കൊടുക്കുക. അത് കഴിഞ്ഞാൽ പെൻഷൻ പോകേണ്ടവരൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തണം. ഇപ്പോഴത്തെ പഴയ ആളുകളൊക്കെ ഒഴിവാക്കി പുതിയ മെമ്പർമാരെ കൊണ്ടുവരിക, നല്ല ഭരണം കാഴ്ചവെക്കുക. അതാണ് വേണ്ടിയത് നാട്ടിൽ. ഇപ്പോൾ നാട്ടിന് ഏറ്റവും കൂടുതൽ ആവശ്യം നല്ല ഭരണം വളരെ മോശമാണ് ഇപ്പോൾ. അതാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും, ഈ പാളയത്തിൻ്റെ പ്രശ്നങ്ങൾ വരെ അതാണ്. കോർപ്പറേഷൻ്റെ ഭരണവും കാര്യം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടാകുന്നത്. നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ചാൽ ഒരു പ്രശ്നമില്ല. 70 എന്നുള്ളത് 60 മാറ്റണം. 60-ന് ശേഷം പോലും ആരും നിൽക്കരുത്, യങ്ങേഴ്സിന് വിട്ടുകൊടുക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. ഇനി താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് താങ്കൾ തീരുമാനിക്കും.